ഇവന് മാത്രമല്ലേ ക്ലാസ് ഉള്ളൂ നമ്മളുടെ ഫജീറിന്? ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നോക്കിയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം എന്തെങ്കിലും ചെയ്തിരുന്നോ? ഓക്കെ, സോ ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചോദിക്കുക വേരിയൻസ് കാണാൻ, ഓർമ്മയില്ലേ? വേരിയൻസ് കാണാൻ ചോദിക്കും, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടി ചോദിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലാകെ ചോദിക്കുക. അപ്പോൾ വേരിയൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെന്താ പഠിച്ചിരുന്ന ഇക്വേഷൻ? വേരിയൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു സിഗ്മ സ്ക്വയർ. ഓർമ്മയില്ലേ? സിഗ്മ സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n fi into xi minus x bar whole square whole divided by sum of I is equal to 1 to n fi. ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഇതാണ് വേരിയൻസ് കാണാൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ, അതായത് ഇതിൻ്റെ റൂട്ട് എടുക്കുക. ഈ സിഗ്മ സ്ക്വയർ ഇല്ല, സിഗ്മ, അതായത് ഈ പറഞ്ഞ സംഭവത്തിൻ്റെ മൊത്തത്തിൽ അങ്ങോട്ട് റൂട്ട് എടുക്കുക. അതായത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ fi. സിഗ്മ is equal to I is equal to 1 to n fi. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. ഇതിൽ ഓരോന്ന് ചെയ്തിട്ട് നമ്മൾ ടേബിളൊക്കെ വരച്ചിട്ട് പഠിച്ചിരുന്നു. ഓർമ്മയില്ലേ? ടേബിളൊക്കെ ഒന്ന് മറച്ചു നോക്കിയേ, എന്താ വരച്ചിരുന്നത് അതിൻ്റെ അകത്ത്? നമുക്ക് എന്താ പറഞ്ഞിരുന്നത്? xi എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ വന്നിട്ടുണ്ടാവും അല്ലേ? പിന്നെ നമുക്ക് ഒരു ഫ്രീക്വൻസിയും തരും fi എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് xi എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡാറ്റ തരും, ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡാറ്റ തരും. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് അടുത്ത ടേബിളിൽ fi xi കണ്ടുപിടിക്കാം. ഓക്കെ, fi കണ്ടുപിടിക്കാം, xi കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യാം? നമ്മളെന്ത് ചെയ്തിരുന്നത്? ഓക്കെ, നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീൻ കാണാം. ഓക്കെ, എക്സ് ബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനാണ്, മീൻ കാണാം. ഓക്കെ, മീൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ fi xi കണ്ടത്. മീൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സം ഓഫ് I ഈസ് ഈക്വൽ ടു 1 to n fi xi ഹോൾ ഡിവൈഡഡ് ബൈ സം ഓഫ് I ഈസ് ഈക്വൽ ടു 1 to n fi. അതായത് ഈ കിട്ടിയ വാല്യൂ മൊത്തത്തിൽ ആഡ് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. അതുപോലെ ഇവിടെ കിട്ടിയ ഈ വാല്യൂ മൊത്തത്തിൽ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ കിട്ടിയ വാല്യൂ ഡിവൈഡഡ് ബൈ ഇതാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ. ഓക്കെ, ഈ കിട്ടുന്ന വാല്യൂ ആണ് ഈ കിട്ടിയത്, ഇതേ ഡിവൈഡഡ് ബൈ ഈ വാല്യൂ. അപ്പോൾ നമുക്ക് മീൻ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ബാർ കിട്ടി. എക്സ് ബാർ കിട്ടി കഴിഞ്ഞിട്ട് നമ്മളെന്താ ചെയ്തത്? xi മൈനസ് എക്സ് ബാർ ചെയ്തു. ഓക്കെ, xi മൈനസ് എക്സ് ബാർ ചെയ്തു ഇവിടെ. അപ്പോൾ നമുക്ക് xi അറിയാം, അതായത് ഇവിടെ നിന്ന് ഓരോ വാല്യൂ എടുത്തിട്ട് ഈ കിട്ടിയ എക്സ് ബാർ ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ വാല്യൂസിന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്തു, xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് xi മൈനസ് എക്സ് ബാർ കിട്ടി. ഈ കിട്ടിയ ഓരോ വാല്യൂവിനെ നമ്മൾ സ്ക്വയർ ചെയ്യാം. നമുക്ക് ഇവിടെ അങ്ങനെ ഓരോ വാല്യൂസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ
ഇതിനെ ഈ പറഞ്ഞ എഫ് ഐ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കിട്ടും. ഓക്കെ, എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് വാല്യൂസ് കിട്ടും. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ കിട്ടുന്ന വാല്യൂ ആണ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടും. അതാണ് നമ്മളിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതേ ഹോൾ ഡിവൈഡഡ് ബൈ ഈ പറയുന്ന എഫ് ഐയുടെ സംഭവം. അതാണ് ഈ പറഞ്ഞ സംഭവം. ഈ പറഞ്ഞ സംഭവം തന്നെയാണ് ഈ പറഞ്ഞ സംഭവം ഇവിടെ കിടക്കുന്നത്. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വേരിയൻസ് കിട്ടും. അതിനെ റൂട്ട് എടുത്തപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഓക്കെ, ഇങ്ങനെ നമ്മൾ വേരിയൻസും കണ്ടു, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടു. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, നമുക്ക് ഈ പഠിച്ചതൊക്കെ നമ്മൾ എന്താ പറയുക, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ പഠിച്ചത്. നമുക്കിനി ഇതിൻ്റെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കണം. ഓക്കെ, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഈ ചെയ്ത പ്രോബ്ലത്തിന് വളരെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ജസ്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ഇപ്പോൾ ഇത് വീണ്ടും. ഓക്കെ, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ ടൈപ്പ് പ്രോബ്ലം ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ അടുത്തെടുക്കാൻ പറഞ്ഞ പ്രോബ്ലം ചോദിക്കും. ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ ഉറപ്പാണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ ഇത് മാത്രമേ ചോദിക്കുള്ളൂ. അല്ല, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ക്ലിയർ ആവാണ്ട് മുന്നോട്ട് പോരുത്. ഓക്കെ, നമുക്കൊരു ടൈപ്പ് പ്രോബ്ലം കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. continuous frequency distribution. Okay. ഇതിനെ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താണ് പറയുക, ഫൈൻഡ് ദ ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും, കൺസിഡർ ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ എന്നായിരിക്കും തരാം. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് തരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയായിരിക്കും. അതായത് ഒരു ക്ലാസ് തരും. ഓക്കെ, ക്ലാസ്, ഞാൻ ടേബിൾ വരയ്ക്കാം. നിങ്ങൾ ടേബിളൊക്കെ വരച്ചിട്ടോ കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരിക, രണ്ട് സ്ഥലമല്ലേ നിങ്ങൾക്ക് തരുള്ളൂ. ഒരെണ്ണം ക്ലാസ് കൊണ്ട് തരും. ഓക്കെ, പിന്നെ ഒരു ടേബിളും കൂടി നിങ്ങൾക്ക് തരും, അതാണ് ഫ്രീക്വൻസി. ഓക്കെ, ക്ലാസ്സും ഫ്രീക്വൻസി നിങ്ങൾക്ക് ഹൊറിസോണ്ടലായിട്ട് തരും കേട്ടോ. ഞാൻ താഴ്ത്തിക്കില്ല തരാം, ചെരിച്ചിട്ട് തരും ഇവർ. സോ നിങ്ങൾക്ക് തരുന്ന ക്ലാസ് 30 to 40. ഓക്കെ, ഇത്രയും നേരം തന്ന ക്വസ്റ്റ്യൻ പോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് കണ്ടിന്യൂസ് ആണ്. 30 to 40, അതുപോലെ 40 to 50, അതുപോലെ 50 to 60, 60 to 70, 70 to 80, 80 to 90, 90 to 100. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ട് വരുമെന്ന്. അതായത് ജസ്റ്റ് ആലോചിച്ച് നോക്കുക, 30 മാർക്ക് തൊട്ടിട്ട് 40 മാർക്ക് വരെ കിട്ടിയ 3 പിള്ളേരുണ്ടെന്ന് വയ്ക്കുക. 40 മാർക്ക് തൊട്ട് 50 മാർക്ക് വരെ കിട്ടിയ 7 പിള്ളേരുണ്ട്. സോ അതുപോലെ 50 തൊട്ട് 60 കിട്ടിയ 12 പേരുണ്ട്. അങ്ങനെ അനലൈസ് ചെയ്യാം കേട്ടോ ഈ ഡാറ്റയാണ്. 60 to 70 കിട്ടിയവർ 15 പേരുണ്ട്. അതുപോലെ 70 to 80 കിട്ടിയത് 8 പേര്, 3 പേര്, 2 പേര്. സോ നിങ്ങളെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് ഇങ്ങനൊരു ഡാറ്റ തന്നു. ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങളടുത്ത് എന്താ പറയാൻ പറഞ്ഞത്,
ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് എന്താ വേരിയൻസ് കാണാൻ പറഞ്ഞു. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും നിങ്ങളടുത്ത് കാണാൻ പറഞ്ഞു. ചിലപ്പോൾ ഇതിൻ്റെ ഒപ്പം നിങ്ങളടുത്ത് മീനും കൂടി ചോദിക്കും. ഓക്കെ, മീൻ നമ്മൾ എന്തായാലും കാണണം, എന്തായാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, വേരിയൻസ് കാണണം, മീൻ കാണണം. ഇത് മൂന്നുമാണ് ഇതിൻ്റെ അകത്ത് ചോദിക്കുക കേട്ടോ നിങ്ങളടുത്ത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാം നമുക്ക് എന്തൊക്കെ ഡാറ്റ വേണം, എന്തൊക്കെ ചെയ്യണമെങ്കിൽ. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നേ, നമുക്ക് വേരിയൻസ് കാണണം. ജസ്റ്റ് ആലോചിച്ച് നോക്കാം കേട്ടോ, നമുക്ക് വേരിയൻസ് കാണണം. വേരിയൻസ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു, സിഗ്മ സ്ക്വയർ അല്ലേ. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സം ഓഫ് ഐ ഇസ് ഈക്വൽ ടു 1 to n fi ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ സം ഓഫ് ഐ ഇസ് ഈക്വൽ ടു 1 to n fi. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ഇക്വേഷൻ. നമുക്ക് വേരിയൻസ് കാണാൻ ഇത്രയും ഡാറ്റ വേണം. ഓക്കെ, നമുക്ക് എന്ത് വേണം, ഈ പറഞ്ഞ ടൈമിൻ്റെ സമ്മ് വേണം അല്ലേ ആദ്യം. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പം നമുക്ക് നോക്കി, ഇപ്പം നമുക്ക് തന്ന ക്ലാസ് ഇങ്ങനെയാണ്. നമ്മൾ മുന്നേ തന്ന ക്വസ്റ്റ്യനിലൊക്കെ എന്തായിരുന്നു, 30 മാർക്ക് കിട്ടിയ 3 പേര്, 40 മാർക്ക് കിട്ടിയ 7 പേര്, 50 മാർക്ക് കിട്ടിയ 12 പേര്, 60 മാർക്ക് കിട്ടിയ 15 പേര്, 70 മാർക്ക് കിട്ടിയ 8 പേര്, ഇങ്ങനെയൊക്കെ ഡാറ്റ തന്നിരുന്നത്. ഇപ്പം നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രീക്വൻസി തന്നിട്ടില്ല കണ്ടോ. ഇതിന് വ്യത്യാസമുണ്ട്, ഇതൊരു കണ്ടിന്യൂസ് ആയ ഡിസ്ട്രിബ്യൂഷനാണ്. മറ്റേതൊക്കെ ഡിസ്ക്രീറ്റ് ആയിരുന്നു, അതായത് ഓരോന്നിനും ഇത്ര പേര്, 30 മാർക്കിന് 3 പേര്, 40 മാർക്കിന് 7 പേര് എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇത് കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ വരുമ്പോൾ വലിയ പണിയൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം ചെയ്താൽ മതി. ഈ പറഞ്ഞ ക്ലാസ്സിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. നമുക്ക് അത് എക്സ് ഐ കണ്ടുപിടിക്കണ്ടേ, അതാണ് ഇവിടെ ചെയ്യുന്നത്. എക്സ് ഐ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. എഫ് ഐ നമുക്ക് തന്നിട്ടുണ്ട് ഇവർ. ഓക്കെ, എക്സ് ഐ ആണ് നമുക്ക് അറിയാത്തത്. സോ എക്സ് ഐ നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാം. അതിന് നമ്മളുടെ മിഡ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. അതായത് ഈ പറഞ്ഞ ക്ലാസ്സിൻ്റെ എല്ലാത്തിൻ്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എക്സ് ഐ കിട്ടും. വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് 30 തൊട്ട് 40 വരെയുള്ള മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. എത്രയായിരിക്കും അതിൻ്റെ മിഡ് പോയിന്റ്, 30 to 40 മിഡ് പോയിന്റ് എത്രയായിരിക്കും ആലോചിച്ച് നോക്കിയേ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ജസ്റ്റ് 35 എടുക്കുക. 40 to 45 50 മിഡ് പോയിന്റ് 45 ആയിരിക്കും. 50 to 60 മിഡ് പോയിന്റ് 55, ഇത് 65, 75, 85, 95. നമുക്ക് മിഡ് പോയിന്റ് കിട്ടി. സാധാരണ പ്രോബ്ലം ആയില്ല, ഇപ്പോൾ അത് ജസ്റ്റ് മുന്നേ ചെയ്ത പോലത്തെ പ്രോബ്ലം ആയില്ല. നോക്കി കണ്ടോ, നമുക്ക് എക്സ് ഐയും കിട്ടി, എക്സ് ഐയും കിട്ടി. സോ ഇനി സാധാരണ പോലെ ചെയ്യാം. ഇത്രയേ ഉള്ളൊരു വ്യത്യാസം. നിങ്ങൾക്ക് എക്സ് ഐയും കിട്ടി, എഫ് ഐയും കിട്ടി. ഇനി സാധാരണ പോലെ ചെയ്യാം. എന്താ നമുക്ക് അടുത്ത് കാണണ്ടേ, എഫ് ഐ എക്സ് ഐ കാണണം അല്ലേ. എഫ് ഐ എക്സ് ഐ കാണണം. പിന്നെ നമ്മളെന്താ കാണാറ്, എക്സ് ബാർ കാണും, എന്നിട്ട് എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണും, പിന്നെ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കാണും, പിന്നെ നമ്മൾ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണും. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ആദ്യം എഫ് ഐ ഇൻറ്റു എക്സ് ഐ കാണണം. ഇത് എന്തിനാ എഫ് ഐ ഇൻറ്റു എക്സ് ഐ കാണുന്നത്, അത് ഓർമ്മയുണ്ടോ? എന്തിനത് കാണണേ എഫ് ഐ ഇൻറ്റു എക്സ് ഐ? കാരണം നമുക്ക് മീൻ കണ്ടുപിടിക്കണം അല്ലേ. മീൻ കണ്ടുപിടിക്കണ്ടേ, നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കണ്ടേ. നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കണം. അതാണ് സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ എക്സ് ഐ ഹോൾ ഡിവൈഡഡ് ബൈ സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ. കണ്ടോ, ഈ എഫ് ഐ എക്സ് ഐയുടെ സമ്മ് ഡിവൈഡഡ് ബൈ എഫ് ഐയുടെ സമ്മ്. ഇത് ചെയ്താലാണ് നിങ്ങൾക്ക് മീൻ കിട്ടുക. സോ ഈ മീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഫ് ഐ എക്സ് ഐ കാണുന്നത് ഇവിടെ. ഓക്കെ, കണ്ടോ, ഈ എഫ് ഐ എക്സ് ഐ കണ്ടിട്ട് അതിൻ്റെ ടോട്ടലിവിടെ ആഡ് ചെയ്യണം. ജസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കാൽക്കുലേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാല്യൂ ഉണ്ട്. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 105 കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 315 കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 660 കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 975 വരും. 600, 225, 190. ഓക്കെ, എഫ് ഐ എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഉണ്ടാവും. 3 into 35, 7 into 45, 12 into 55, 15 into 65. ഇത് ജസ്റ്റ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് എഫ് ഐ എക്സ് ഐ എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് കിട്ടും. അടുത്തത് നമ്മളെന്താ ചെയ്യാറ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. എഫ് ഐ എക്സ് ഐ നമുക്ക് സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ എക്സ് ഐ. ഓക്കെ, കണ്ടോ, എഫ് ഐ എക്സ് ഐയുടെ സമ്മാണ്. ഇതെല്ലാം കൂടി സം ചെയ്യുമ്പോൾ ജസ്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്യുക നിങ്ങൾ.
എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3100 കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾ എഫ് ഐയുടെ സം കാണണം. ഓക്കെ, അതായത് സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ. ഈ എഫ് ഐയുടെ എല്ലാ വാല്യൂം കൂടി ആഡ് ചെയ്യുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സമ്മ് കാണാമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ സിഗ്മ എന്ന് വെച്ചാൽ സമ്മാണ്, സം ഓഫ് എഫ് ഐയുടെ സമ്മ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50 കിട്ടും. ഓക്കെ, ഇത് രണ്ടും കിട്ടിയില്ല നമുക്ക്. ഇനി അടുത്തത് എന്താ കാണാൻ പറ്റും? നമുക്ക് മീൻ കാണാം. മീൻ എന്ന് വെച്ചാൽ എക്സ് ബാർ. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ എക്സ് ഐ ഹോൾ ഡിവൈഡഡ് ബൈ സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ. നോക്കിയേ, ഈ പറഞ്ഞ സംഭവം നമുക്കിവിടെ കിട്ടിയില്ലേ ബാക്കിൽ? സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ എക്സ് ഐ 3100 ഹോൾ ഡിവൈഡഡ് ബൈ, ജസ്റ്റ് ബാക്കിൽ നോക്കിയേ, സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ 50 ഇവിടെ കിട്ടിയിരുന്നു. സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n 50 ഇവിടെ കിട്ടിയിരുന്നു 50. ഇത് രണ്ടും കൂടിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? കട്ട് ചെയ്ത് പോയി 62 വരും നിങ്ങൾക്ക്. ഓക്കെ, ഇത് നോക്കി നോക്കി നമുക്ക് എന്താ കാണണ്ടേ? നമുക്കിപ്പോൾ എക്സ് ബാർ കിട്ടി. എത്ര കിട്ടി? 62 കിട്ടിയില്ലേ? അടുത്ത് നമുക്ക് കാണേണ്ടത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണ്. ഓക്കെ, എക്സ് ഐ മൈനസ് എക്സ് ബാർ. ഓക്കെ, അതായത് എക്സ് ഐ മൈനസ് എക്സ് ബാറിൻ്റെ വാല്യൂ 62 ആണ്. ഓക്കെ, എക്സ് ഐ മൈനസ് എക്സ് ബാറിൻ്റെ വാല്യൂ 62 ആണ്. അപ്പോൾ എക്സ് ഐ എടുക്കുക, അതിൽ നിന്ന് എക്സ് ബാർ അങ്ങോട്ട് കുറയ്ക്കുക. നിങ്ങൾ കണ്ടു നോക്കിയേ, നമുക്ക് അതിൻ്റെ സ്ക്വയർ ചെയ്യണം. ഞാൻ ഡയറക്റ്റ് ചെയ്താൽ മതി അതിനെ. നിങ്ങൾക്ക് വെറുതെ സ്റ്റെപ്പ്, നിങ്ങൾ ഓൾറെഡി ഇത് കാൽക്കുലേറ്ററിലല്ലേ ചെയ്യുക നിങ്ങൾ. സോ എക്സ് ഐ കാണാം, എക്സ് ബാർ കാണാം, അതിനെ സ്ക്വയർ ചെയ്യുക, ഒറ്റയടിക്ക് സ്റ്റെപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്ററിൽ ചെയ്യുകയാണെങ്കിൽ സിമ്പിളാണിത്. അതായത് 3 ചെയ്യുക മൈനസ് 3 അല്ലേ വരുന്നത്? അല്ലല്ലോ, എക്സ് എന്ന് വെച്ചാൽ 35 അല്ലേ? സോ 35 മൈനസ് 62 ഹോൾ സ്ക്വയർ ചെയ്യാം. സോ നിങ്ങൾക്ക് എത്ര കിട്ടും? 729 കിട്ടും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരെണ്ണം ചെയ്തുതരാം. എക്സ് ഐ എന്ന് വെച്ചാൽ എത്ര വരുന്നത്? 35 മൈനസ് 62 ഹോൾ സ്ക്വയർ ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എത്ര കിട്ടുന്നു? 729 കിട്ടും. 729 കിട്ടും. ഓക്കെ, കറക്റ്റ് അല്ലേ? 729 അല്ലേ നിങ്ങൾ ചെയ്തപ്പോൾ? നിങ്ങൾ ഓരോന്നും ചെയ്യാം കേട്ടോ. അതേപോലെ 45 മൈനസ് 62 ചെയ്യാം. ഓക്കെ, ഇതുപോലെ 45 ചെയ്യുക മൈനസ് 62 ഹോൾ സ്ക്വയർ ചെയ്യുക. കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ചെയ്താൽ മതി നിങ്ങൾ. സോ നിങ്ങൾക്ക് ഇവിടെ 289 കിട്ടും. ഇതേപോലെ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ ഡയറക്റ്റ് എഴുതുന്നില്ല, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുക അതൊക്കെ വാല്യൂസ്. നിങ്ങൾക്ക് 49 കിട്ടും. അടുത്തത് 9 കിട്ടും. അടുത്തത് 169 വരും. അടുത്തത് 529 വരും. അടുത്തത് 1089 വരും. ഓക്കെ, ജസ്റ്റ് ഇത്
സബ്സ്ട്രാക്ട് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഒറ്റയടിക്ക് ചെയ്താൽ മതി, നമുക്ക് നേരെ ആൻസർ കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താ നമുക്ക് വേണ്ടേ? നമുക്ക് നോക്കി നിങ്ങളെന്താ കാണേണ്ടതെന്ന് ആദ്യം നോക്കൂ കേട്ടോ. നമുക്ക് കാണേണ്ടത് വേരിയൻസ് ആണ്. ഓക്കെ, വേരിയൻസ് ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. വേരിയൻസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സിഗ്മ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n fi ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n fi. കണ്ടോ, നമുക്ക് എക്സ് ഐ മൈനസ് എക്സ് ബാറിൻ്റെ ഹോൾ സ്ക്വയർ ഇവിടെ കിട്ടി. കണ്ടോ, എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. കണ്ടോ, എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. നമുക്ക് ഇതിന് മുന്നിൽ ഇതിൻ്റെ എഫ് ഐ കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ, ഇവിടെ എഫ് ഐയും കൂടി ഉണ്ട് ബാക്കി. സോ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം ഇതിനെ. അപ്പോൾ നമുക്ക് അതിൻ്റെ സമ്മ് ടോട്ടലി കിട്ടും ഇവിടെ. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താടാ ഇത് 6 മാർക്ക് ഉണ്ടാവും. ഒരു പ്രോബ്ലം 6 മാർക്കിന് ചോദിക്കും. ഉറപ്പാ, സിമ്പിളാണ്, ജസ്റ്റ് വലിയ പണിയില്ലല്ലത്. നിങ്ങൾക്ക് പാടായിട്ട് തോന്നുന്നുണ്ട് ചാപ്റ്റർ? ഒന്നുമില്ല, ജസ്റ്റ് ഇത് പഠിച്ചാൽ മതി. നമ്മൾ 2 പ്രോബ്ലം സ്വയം ചെയ്യാൻ മനസ്സിലാവും ഇത്. ഇതിനെ ജസ്റ്റ് എഫ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ പറഞ്ഞ എഫ് ഐ കൊണ്ട്. കണ്ടോ, സോ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. കണ്ടോ, ഓൾറെഡി നിങ്ങളടുത്ത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിരിക്കും. ആ കാൽക്കുലേറ്റർ ഇല്ലേ, നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ. ജസ്റ്റ് ഒരു ഇക്വേഷൻ പഠിക്കുക, പിന്നെ ഒക്കെ കാൽക്കുലേറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ക്യാൻസൽ കൊടുക്കും. ഇതുകൂടി 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഈ പറയുന്ന കിട്ടിയ ഈ 729 എഫ് ഐ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. നോക്കിയേ, നമ്മളിതിനെ ജസ്റ്റ് എഫ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 729, അതായത് 2187 കിട്ടും. ഇതുപോലെ അടുത്തത് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 ഇൻറ്റു 289, നിങ്ങൾക്ക് 2023 കിട്ടും. ഇതുപോലെ ഓരോന്നും ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് 588 വരും. അടുത്തത് 135 വരും. അടുത്തത് 1352 വരും. അടുത്തത് 1587 വരും. അടുത്തത് 2178 വരും. ഇത്രേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്കിവിടെ നിങ്ങൾ എല്ലാം കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി ജസ്റ്റ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം ക്വസ്റ്റ്യനിൽ ജസ്റ്റ് നോക്കി കണ്ടോ, ഈ സംഭവം കണ്ടുപിടിക്കണ്ടേ. നമുക്ക് ഓൾറെഡി കിട്ടിയപ്പോൾ, അതായത് സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ. കണ്ടോ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഈ സംഭവമാണ് കേട്ടോ ഇനി എഴുതാൻ പോകുന്നത്. കണ്ടോ, ഈ പറഞ്ഞ സംഭവമാണ് നമ്മൾ എഴുതുക. എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ സമ്മ്, അതായത് ഈ കിട്ടിയ എല്ലാ വാല്യൂൻ്റെ സമ്മ് നമുക്ക് എത്ര കിട്ടും? ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ. 10050 കിട്ടും. നമുക്ക് എല്ലാ ഡാറ്റയും ഇതിൻ്റെ അകത്ത് കണ്ടോ. ഈ പറഞ്ഞ മേലത്തെ ഡാറ്റ കിട്ടി നമുക്ക്. സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാറിൻ്റെ വാല്യൂ ജസ്റ്റ് ഇത് ഇവിടെ കിട്ടി. കണ്ടോ, 10050 എന്ന് പറഞ്ഞിട്ട്. സോ 10050 ഹോൾ ഡിവൈഡഡ് ബൈ സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ 50 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 50 ചെയ്യാം. നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ 2 വരും, 0 1 വരും, 201 വരും. വേരിയൻസ് കിട്ടി. സിമ്പിളായി. ഇനി അടുത്തത് എന്താ കാണേണ്ട? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, സിഗ്മ കാണാം. അതായത് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. ജസ്റ്റ് നിങ്ങൾ എഴുതുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതും കൂടി വേണ്ടി എഴുതി വെച്ചോ. സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ
ഹോൾ ഡിവൈഡഡ് ബൈ സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ എഴുതിക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ റൂട്ട് എഴുതിയാൽ മതി നിങ്ങൾ. റൂട്ട് ഓഫ് 201 എന്ന് പറഞ്ഞിട്ട് ഇത് കാൽക്കുലേറ്ററിൽ കാണാൻ പറ്റുമെങ്കിൽ കണ്ടോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. 14.18 വരും. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്താടാ ഇല്ലടാ, നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ കിട്ടുമോ ആൻസർ? സിമ്പിളാണ്. ഇഷ്ടമില്ലെങ്കിൽ കാണണം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവരൊന്നും പറയില്ല. ഓൾറെഡി നിങ്ങൾക്ക് കാൽക്കുലേറ്ററിലുള്ളതല്ലേ, വലിയ പാടില്ലല്ലോ. സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു മെത്തേഡ് പഠിക്കുക. നിങ്ങൾക്ക് ആകെ 2 ടൈപ്പ് പ്രോബ്ലം ചോദിക്കുള്ളൂ ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കുറേ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇവരിങ്ങനെ പ്രിസൈസ് ആയിട്ട് ഈ 2 കാര്യങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ വേരിയൻസും. ഇത് രണ്ടും ഉറപ്പായിട്ടും ചോദിക്കും. സോ ഇതിൽ 2 ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. ഒരെണ്ണം ഇങ്ങനെ ക്ലാസ് ആയിട്ട് തരും, നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടോ, ക്ലാസ് ആയിട്ട് തരും. പിന്നെ ഒരെണ്ണം ക്ലാസ് അല്ലാണ്ട് തരും. ക്ലാസ് അല്ലാണ്ട് തന്നാൽ നമുക്ക് ഈ മിഡ് പോയിന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്ലാസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എക്സ് ഐ കണ്ടുപിടിക്കണം. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. മറ്റേ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് എക്സ് ഐയും തരും എഫ് ഐയും തരും, ബാക്കിയൊക്കെ പഴയതുപോലെ തന്നെ. ഈ ഒരു പ്രോബ്ലം ആകുമ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് സംഭവം സെപ്പറേറ്റ് തരും. അപ്പോൾ നമ്മൾ അതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അത് എക്സ് ഐ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് എക്സ് ഐ എഫ് ഐയും കിട്ടി. പിന്നെ ഈ പറഞ്ഞ സ്റ്റെപ്പൊക്കെ സാധാരണ പോലെ, ഒരു വ്യത്യാസമില്ല. നിങ്ങൾ 2 പ്രോബ്ലം ചെയ്ത് സിമ്പിളായിട്ട് തോന്നുന്നു. ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുക്കും കേട്ടോ. നിങ്ങൾക്ക് സാധാരണ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഇവരിതന്നെ ചോദിക്കുള്ളൂ. ഈ പറയുന്ന ക്ലാസ് ആയിട്ട് ചോദിക്കണമെങ്കിൽ സാധ്യത കൂടുതൽ, കണ്ടിന്യൂസ് ആയി ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇപ്പം ഈ പ്രോബ്ലം സെയിം വാല്യൂസ്, ഇത് എനിക്ക് കുറേ കൊല്ലം ചോദിച്ചിട്ടുള്ള പ്രോബ്ലം.
കഴിഞ്ഞൊരടുത്ത പേജ് സ്വയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്ക്. റൂട്ട് ആദ്യം കാണുന്നത് നമ്മൾ വേരിയൻസ് കാണും, പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണും. ഇത് നോക്കണോ? ഫസ്റ്റത്തെ വേരിയൻസ് സിഗ്മ സ്ക്വയർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ സിഗ്മ. ഈ പേജ് കഴിഞ്ഞു എല്ലാവരുടെയും? അമ്മൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. സാരംഗൻ്റെ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിരുന്നു എല്ലാവരുടെയും?
ഓക്കെ, ഓക്കെ. ഈ പറഞ്ഞ ഡാറ്റയുടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, വേരിയൻസ് കാണണം, അതുപോലെ മീൻ കാണണം. നിങ്ങൾ സ്വയം ഒന്ന് കണ്ടോ കേട്ടോ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം എല്ലാവരും കൂടിയിട്ട്. ഓക്കെ, നമുക്ക് ക്ലാസ് വന്നിട്ടുണ്ട്, അതുപോലെ ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. ക്ലാസ് നമുക്ക് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. ഫ്രീക്വൻസി 5, 8, 15, 16, 6. ഇത്രയും ഡാറ്റ വന്നിട്ടുണ്ട്. നോക്കി നമുക്ക് ആദ്യം എന്താ കാണണ്ടേ? യെസ്, മിഡ് പോയിന്റ് കാണാം. ക്ലാസ് വന്നാൽ അപ്പോൾ മിഡ് പോയിന്റ് കാണാം. നമുക്ക് XI അറിയില്ല, സോ നമുക്ക് XI കാണണം. അതാണ് നമ്മളുടെ മിഡ് പോയിന്റ്. നമുക്ക് ഇവിടെ നിന്ന് XI കിട്ടും ഡയറക്റ്റ്ലി. നമുക്ക് സാധാരണ പ്രോബ്ലം പോലെ XI FI പിന്നെ ഡയറക്റ്റ്ലി കാണാം. നമുക്ക് മിഡ് പോയിന്റ് എത്ര വരും? ഒന്നുമില്ല. 0 തൊട്ട് 10 വരെയുള്ളതിൻ്റെ നടുവിലുള്ള വാല്യൂ 5 അല്ലേ. 10 തൊട്ട് 20 വരെയുള്ള നടുവിലുള്ള വാല്യൂ 15. അടുത്തത് 20 തൊട്ട് 30 വരെയുള്ളതിൻ്റെ സെൻറ്ററിലുള്ള വാല്യൂ 25. അടുത്തത് 35. അടുത്തത് 45. നമുക്ക് മിഡ് പോയിന്റുകൾ കിട്ടി. XI കിട്ടി, FI കിട്ടി. നമുക്ക് ഇനി കാണേണ്ടത് ഇത് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യാം. XI FI. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണേണ്ട പിടിച്ച് വയ്ക്കുക. XI FI. അടുത്തത് നമുക്ക് എന്താ കാണണ്ടേ? XI മൈനസ് X ബാർ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. പിന്നെ നമുക്കിതിനെ FI ഇൻറ്റു XI മൈനസ് X ബാർ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇത്ര സാധനങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്തത് XI ഇൻറ്റു FI കാണാം അല്ലേ? എത്ര വരും കാണുമോ? XI ഇൻറ്റു FI 5 ഇൻറ്റു 5 നമുക്ക് 25 കിട്ടി.
8 into 15 നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്തോട്ടൊക്കെ, ഒന്നും കൈകൊണ്ടും തലോണ്ടൊന്നും ചെയ്യണ്ട. 120 കിട്ടി. അടുത്തത് 375 കിട്ടി, 560 കിട്ടി, 270 കിട്ടി. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. നമുക്ക് സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n fi xi അല്ലേ? fi xiയുടെ സമ്മാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കും കേട്ടോ, ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ എനിക്കറിയില്ല. 1350 കിട്ടും. ഇതുപോലെ നമുക്ക് ഫ്രീക്വൻസിയുടെ സം കാണണം. സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n fi. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സം കാണണം. 60 അല്ല 50 വരാം. ഓക്കെ, നമുക്ക് അടുത്ത് എന്താ കാണണ്ടേ? എക്സ് ബാർ കാണണം. എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണണം. എക്സ് ബാർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ എക്സ് ബാർ എത്രയാണ്. എക്സ് ബാർ എന്ന് വെച്ചാൽ മീൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എന്ത് വരും? സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n fi xi ഹോൾ ഡിവൈഡഡ് ബൈ സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n fi. അതായത് fi xയുടെ സമ്മ് ഡിവൈഡഡ് ബൈ fiയുടെ സമ്മ്. ഇത് ചെയ്യാൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n fi xi 1350 ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n fiയുടെ സമ്മ് 50 കിട്ടിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് 27 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ബാർ കിട്ടി 27 എന്ന് പറഞ്ഞിട്ട്. സോ നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കാണണം. അതായത് ഞാനിവിടെ എഴുതാം. എക്സ് ബാർ എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടി? 27 അല്ലേ? ഇത് എപ്പോഴും എഴുതി കേട്ടോ, തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കൂടി എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് എക്സ് ഐയുടെ കാര്യം മാത്രം ആലോചിച്ചാൽ പോരെ. എക്സ് ഐ എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ 5 മൈനസ് 27 കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ അവർ എത്ര കിട്ടുന്നു? 5 മൈനസ് 27 അതിൻ്റെ സ്ക്വയർ ചെയ്യാം. 484 വരുന്നുണ്ട്. അടുത്തത് 15 മൈനസ് 120 അതിൻ്റെ സ്ക്വയർ ചെയ്യാം. അയ്യോ, 15 മൈനസ് 27 അല്ലേ? ഇൻറ്റു 144 വരും. അടുത്തത് 25 മൈനസ് 27 2 കിട്ടും. അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടി. അടുത്തത് 35 മൈനസ് 27 നമുക്ക് 8 കിട്ടി. അതിൻ്റെ സ്ക്വയർ ചെയ്തു നമുക്ക് 64 കിട്ടി. അടുത്തത് 45 അല്ലേ? 45 മൈനസ് 27 18 കിട്ടി. 18ൻ്റെ സ്ക്വയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് 324 കിട്ടി. ഓക്കെ, ഇനി ഒന്നുമില്ല. ഈ പറഞ്ഞ കിട്ടിയ വാല്യൂവിനെ നിങ്ങൾ ഈ പറഞ്ഞ fi വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 5 ഇൻറ്റു 484 ചെയ്യാം. 5 ഇൻറ്റു 484 നമുക്ക് 2420 കിട്ടും. ഇതുപോലെ 8 ഇൻറ്റു 144 ചെയ്യാം. 8 ഇൻറ്റു 144 1152 കിട്ടി. 1152. അടുത്തത് 15 അല്ല വരുന്നത്. 15 ഇൻറ്റു 4 60 കിട്ടി. പിന്നെ 16 ഇൻറ്റു 64 1024 കിട്ടി. അടുത്തത് 6 ഇൻറ്റു 324 1944 കിട്ടി. ഓക്കെ, ഇനി ഒന്നുമില്ല, ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അതായത് സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n
fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ സമ്മ് എല്ലാം കൂടി ആഡ് ചെയ്തൊക്കെ എത്ര കിട്ടുന്നു? 2420 പ്ലസ് 1152 പ്ലസ് 60 പ്ലസ് 1024 പ്ലസ് 1944. നിങ്ങൾക്ക് 6600 കിട്ടും. കറക്റ്റ് അല്ലേ ഇത് വരുന്നത്? 2420 60 1024 6600 കിട്ടി. 6600 divided by 50 അല്ലേ വരാം. ശരി. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താ ചെയ്യണ്ടേ? ഞാൻ ഇവിടെ തന്നെ എഴുതിയാൽ മതിയോ? ഇവിടെ എഴുതാൻ നോക്കാം. നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്ക് വേരിയൻസ് കാണണ്ടേ? വേരിയൻസ് കഴിഞ്ഞിട്ടല്ല വേരിയൻസ് കാണാൻ ആദ്യം. നമുക്ക് വേരിയൻസ് ആണ് സിഗ്മ സ്ക്വയർ കേട്ടോ, തെറ്റിപ്പോയത്. ഇത് വേരിയൻസ് ആണ് സിഗ്മ സ്ക്വയർ. വേരിയൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ സിഗ്മ സ്ക്വയർ which is equal to sum of I is equal to 1 to n fi into xi minus x bar whole square whole divided by sum of I is equal to 1 to n fi. നമുക്കിത് രണ്ടും കിട്ടിയിട്ടുണ്ട് അല്ലേ? മേലത്തെ വാല്യൂ അറിയാം, താഴത്തെ വാല്യൂ അറിയാം. അതായത് മേലത്തെ വാല്യൂ കൂടി കിട്ടിയിട്ടുണ്ട് 6600 ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n fi യുടെ വാല്യൂ നമുക്ക് അറിയാം, 50 എന്നറിയാം. ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6600 ഡിവൈഡഡ് ബൈ 50, 132 കിട്ടി. നമുക്ക് 132 കിട്ടി. അടുത്തത് നമുക്ക് എന്താ കാണണ്ടേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഈ രണ്ട് പേരും തെറ്റിപ്പോരുത് കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സിഗ്മ, അതായത് ഈ പറഞ്ഞ സംഭവത്തിൻ്റെ റൂട്ട്. നിങ്ങൾ എഴുതി കൊടുത്ത തൽക്കാലം ഞാൻ എഴുതാൻ സ്ഥലത്തോണ്ട് അങ്ങനെ എഴുതുന്നത് റൂട്ട് ഓഫ് വേരിയൻസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്, അതായത് റൂട്ട് ഓഫ് 132. അതായത് എത്ര കിട്ടും? 7.48 11.48. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? മീൻ കിട്ടി, വേരിയൻസ് കിട്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എടുത്ത് നമ്മൾ രണ്ട് പ്രോബ്ലം കുറേ വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ഥിരം ചോദിക്കാറ്. നമുക്കൊരു പ്രോബ്ലം കേട്ടോ, ഹോംവർക്ക് വരാൻ വേണ്ടിയിട്ട് ഇത് എഴുതിയെടുത്തോട്ടെ എല്ലാവരും.
ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ കേട്ടോ, ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. എഴുതി കഴിഞ്ഞാലും പറയാം. ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം നമുക്ക്. ഇത് ക്ലിയർ അല്ല എല്ലാവർക്കും? ഈ ചാപ്റ്റർ സംശയമൊന്നുമില്ലല്ലോ? സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ഉണ്ടോ? ഈ 2 പ്രോബ്ലം എന്തായാലും പഠിച്ചിട്ട് പോവാം. ഞാനീ പഠിപ്പിച്ച പ്രോബ്ലം ഇല്ല, ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും നോക്കണ്ട. ഈ സെയിം പ്രോബ്ലം തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കാം. കഴിഞ്ഞിരുന്നോ കാർത്തിക്? അമ്മേൻ്റെ കഴിഞ്ഞിരുന്നല്ലേ? ഓക്കെ. നമുക്കൊരു ക്ലാസ് വന്നിട്ടുണ്ട്, വീണ്ടും ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60.
ഇതിൻ്റെ ഫ്രീക്വൻസി വന്നിട്ടുണ്ട് 6 8 ഇതെന്നല്ല നമ്മൾ ചെയ്ത് അല്ല 6 8 14 16 4 2. നിങ്ങളിതിൻ്റെ സ്റ്റാൻഡേർഡ് വേരിയൻസ് കാണാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം, അതുപോലെ മീൻ കാണാം. സിമ്പിളല്ലേ? ആദ്യം മിഡ് പോയിന്റ് കാണാം, പിന്നെ FI/XI കാണാം, പിന്നെ XI - X ബാർ കാണാം, അതിൻ്റെ സ്ക്വയർ കാണാം, അതിനെ FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൊത്തം ഡിവൈഡ് ചെയ്യുക, അത് കിട്ടുന്ന വാല്യൂ കൊണ്ട് FIനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ? എല്ലാവരും എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലീവ് ചെയ്തോ കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ തുടങ്ങാം. നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ വേറെ ഏതെങ്കിലും? ഞാൻ രാവിലെ ഒന്നും എടുക്കില്ല, ഈവനിങ്ങിലോ അങ്ങനെ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലല്ലോ, നമുക്ക് ഈവനിങ്ങിൽ അങ്ങനെ നോക്കാം ഒരു ക്ലാസ് ഇതുപോലെ. കുറച്ച് നേരം എടുക്കാം. ഒരു പ്രോബബിലിറ്റി തുടങ്ങണം നമുക്ക്. പ്രോബിലിറ്റി ഒക്കെ എടുത്തിട്ടില്ലേ സ്കൂളിൽ എടുത്തിട്ടില്ലേ പ്രോബിലിറ്റി ഒക്കെ? ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഒന്നുമില്ല, ഞാൻ പറയാം. ശരി ശരി, നിങ്ങൾ ലീവ് ചെയ്തോ. താങ്ക് യു.